കേരള BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ നിന്നൊരു MP ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കേരള തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 MLA കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വളരെ വലിയ തോതിൽ ഊർജ്ജമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് BJPക്കുള്ളിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി. അത് നിലവിൽ ഇന്ത്യയിലുള്ളതിൽ BJP തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലായാൽ പോലും തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരുപാട് സ്ത്രീകൾ സ്ഥാനാർത്ഥിയായിട്ട് BJPയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ടത് ഇനി അങ്ങോട്ടും, അതായത് നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു നേട്ടത്തിലൂടെയാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലായാൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം വനിതാ നേതാക്കന്മാർ ആ ഒരു തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വനിതാ നേതാക്കന്മാരുണ്ട് എന്നുള്ളതും പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള പേരെന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേരും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസിൻ്റെ പേരുമാണ്. അതായത് BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം BJPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള ഘടകത്തിൽ ഏറ്റവും വലിയ തോതിൽ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള തലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്ക് ഇതുവരെയായിട്ടും വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വോട്ടുകൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ശോഭ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്രകടനമാണ് എല്ലായിടങ്ങളിലും കാഴ്ചവെക്കുന്നത് എന്ന കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം അവർക്ക് ലഭിക്കുന്നില്ല. അതായത് ഈ പറയുന്ന തോതിൽ അവർക്ക് കറക്റ്റായിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വിജയിക്കാൻ പാകത്തിനുള്ള ഒരു സ്വാധീനം ചെലുത്താനായിട്ടുള്ള ഒരു സന്ദർഭം അവർക്ക് ഇതുവരെയും എവിടെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പാലക്കാടിലെ തോൽവി തന്നെയും ഈ പറയുന്ന തോതിൽ ശോഭയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ രീതിയിലും ശോഭയുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ പറയുന്ന തോതിൽ അവർക്ക് ഒരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി അവിടെ ഒരു 5 കൊല്ലം കൃത്യമായിട്ട് വർക്ക് എടുത്ത് അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും തന്നെ ശോഭയെ പോലെ ഒരു നേതാവിന് കൊടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ നവ്യ ഹരിദാസിൻ്റെ കാര്യം, അവർ ഈ പറയുന്ന കോഴിക്കോട് നോർത്തിൽ നിന്ന് വളരെയധികം നേട്ടമുണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ്. അതായത് വളർന്നു വരുന്ന ഒരു നേതാവ് എന്നുള്ള തരത്തിലോട്ട് നവ്യയെ പരിഗണിക്കാമെന്നുള്ള തരത്തിലും യാതൊരു സംശയവുമില്ല. കാരണം വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അവർ ഈ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് BJPക്കുള്ളിൽ ഒരു തരംഗമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ 2 പേരും BJPക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വനിതാ നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ വളരെ വലിയ തോതിൽ നേട്ടങ്ങളിലേക്ക് എത്തുന്ന വ്യക്തികളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ പറയുന്ന ശോഭയായാലും നവ്യ ഹരിദാസ് ആയാലും ഒക്കെ തന്നെയും BJPയുടെ തലപ്പത്തേക്ക് വരെ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയുള്ളവരും BJPയിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. കാരണം ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ BJPക്കുള്ളിൽ തന്നെ ഒരു പരിഗണന കിട്ടാത്ത തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭയ്ക്ക് പലപ്പോഴും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതും വാസ്തവമായിരുന്നു. പക്ഷേ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും BJPക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം നിലവിൽ BJPയുടെ ഒരു നീക്കം ഈ പറയുന്ന തോതിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം വളരെയധികം വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ ആരെയും ഒഴിവാക്കാതെ അല്ലെങ്കിൽ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ
നടപടികളിലൂടെ അത് വളരെ കൃത്യമായിട്ട് BJPക്ക് തന്നെ ഒരു ഉയർച്ച ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJPക്കുള്ളിലെ വനിതാ നേതാക്കന്മാരിൽ അവർക്കും ഈ പറയുന്ന തോതിൽ മുതിർന്ന നേതാക്കന്മാരായാലും വളർന്നു വരുന്ന നേതാക്കന്മാരായാലും ഇപ്പോൾ ഈ പറയുന്ന ശോഭയുടെ പേരായാലും നവ്യ ഹരിദാസിൻ്റെ പേരായാലും ഒക്കെ തന്നെ വനിതകൾ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും BJPയുടെ തലപ്പത്തേക്ക് എത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ, അതായത് ഈ പറയുന്ന ശോഭയ്ക്കായാലും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് നിന്ന് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള സ്ഥലങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം നവ്യ കോഴിക്കോട് നോർത്ത് നിന്നാണ് മത്സരിച്ച് ഇത്രയും വലിയൊരു നേട്ടം നേടിയെടുത്തതെന്ന് പറയുന്നത്. അതായത് 3ാം സ്ഥാനമാണെങ്കിൽ പോലും 40,000 അടുപ്പിച്ച് വോട്ടുകൾ നേടിയെടുത്ത ഒരു വ്യക്തി വെറും 10,000 വോട്ടിൻ്റെ ഡിഫറൻസ് ആയിരുന്നു 1ാം സ്ഥാനവും നവ്യയും തമ്മിലുണ്ടായിരുന്നതെന്ന് പറയുന്നത്. അപ്പം ആ സ്ഥലം തന്നെ നവ്യയ്ക്ക് നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഇനി വരുന്ന 5 കൊല്ലം പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് നവ്യയ്ക്കൊരു അവസരം കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശോഭയെ സംബന്ധിച്ചിടത്തോളവും ശോഭയ്ക്ക് ഒരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് അവർക്ക് നിന്ന് പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനും അതോടൊപ്പം തന്നെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മുതിർന്ന സ്ഥാനാർത്ഥിയാണ് ശോഭ എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന തോതിൽ അങ്ങനെ ഒരു മണ്ഡലം കൊടുക്കേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്ക് ഇപ്പോൾ തന്നെയും ആ ഒരു തരത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു മണ്ഡലം കൊടുത്ത് അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഇനി വരുന്ന 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വളരെ വലിയ തോതിൽ ഒരു വിജയം കൈവരിക്കാൻ പാകത്തിന് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ശോഭ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെയാണ് അവർക്ക് BJPക്കുള്ളിൽ തന്നെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകേണ്ടതും നിലവിലത്തെ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൂടെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് അത് വളരെ കൃത്യമായിട്ട് BJPക്കുള്ളിൽ എത്തിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും വ്യക്തമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസും എന്നതാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. അതായത് BJPക്കുള്ളിൽ ഇനി നടക്കാൻ പോകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ തന്നെയായിരിക്കും വനിതാ നേതാക്കന്മാർക്കിടയിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നവ്യ ഹരിദാസും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് BJPക്കുള്ളിൽ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറ്റാനായിട്ടുള്ള സാഹചര്യം എന്തായാലും BJPക്കുള്ളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം എല്ലാ സാഹചര്യവും തീർച്ചയായിട്ടും കേരള BJP നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഒരു പക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു പക്ഷത്തെ മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം താഴെത്തട്ടിൽ BJP വളരെ വലിയ തോതിൽ എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന തോതിൽ ഗ്രൗണ്ട് ലെവൽ ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യേണ്ടതും അതിനനുസരിച്ചുള്ള നേതാക്കന്മാരെ ഉയർത്തിപ്പിടിക്കേണ്ടതും നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യം തന്നെയാണ്. കാരണം ഈ നേട്ടം തുടരണമെങ്കിൽ ഈ നേട്ടം മാത്രമല്ല ഇതിലുപരി വളരെ വലിയ രീതിയിലോട്ടുള്ള നേട്ടങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു രീതിയിലോട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യം തന്നെയാണ്. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു തലപ്പത്തേക്ക് എത്താനായിട്ട് സാധ്യതയുള്ള വനിതാ നേതാക്കന്മാരിൽ 2 പേര് തന്നെയായിരിക്കും. ഒന്ന് നവ്യ ഹരിദാസും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും എന്ന കാര്യത്തിൽ സംശയമില്ല.